ഇത് ഭാരതത്തിന്റെ ദശകം മാത്രമല്ല, ഭാരതത്തിന്റെ നൂറ്റാണ്ട് കൂടിയായിരിക്കുമെന്നായിരുന്നു അന്താരാഷ്ട്ര മാനേജ്മെന്റ് കൺസൾട്ടൻസിയായ മക്കിൻസി 3 വർഷം മുൻപ് ഭാരതത്തെ പറ്റി പ്രവചിച്ചത്. സത്യം പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്. കൂടാതെ 2027-28 ഭാരതം ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ളത് അന്താരാഷ്ട്ര നാണയനിധി അടക്കമുള്ള ഏജൻസികൾ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഭാരതത്തിന് ഉയർന്ന വളർച്ചാ നിരക്ക് നേടാൻ സാധിച്ചതെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയുള്ള വർഷങ്ങളിലും ഇതേ നിരക്ക് നിലനിർത്താൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കുമോ? തീർച്ചയായും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായതു മുതൽ ഉയരുന്നത്. എന്തായാലും കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളാണ് ഭാരതത്തിന്റെ ഉയർന്ന വളർച്ചാ നിരക്ക് കൂടാനുള്ള പ്രധാന കാരണം. 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പെട്ടെന്ന് ആ പാക്കേജ് നടപ്പിലാക്കി എന്നുള്ളതും എടുത്തു തന്നെ പറയണം. ഇതേ തുടർന്നാണ് 2021-22 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് 9 വർഷത്തിലധികമായ വളർച്ച നേടാൻ സാധിച്ചത്. ഇതുകൂടാതെ തുടർച്ചയായി അന്നു തൊട്ടുള്ള എല്ലാ കേന്ദ്ര ബജറ്റുകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നീക്കിയിരിപ്പ് വരുത്തുകയും കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾക്കായി അത് ചിലവാക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെയെല്ലാം ഇടയിൽ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളെ മുൻനിർത്തി കോവിഡ് സമയത്ത് തുടങ്ങിയ സൗജന്യ അരി വിതരണം എല്ലാ വിഭാഗക്കാർക്കും കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയിരുന്നു. ഒപ്പം നികുതി പിരിവിലാകട്ടെ വളരെയധികം കാര്യക്ഷമത കൊണ്ടുവരാനും സർക്കാരിന് സാധിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബജറ്റിൽ എത്ര തുകയാണോ പ്രതീക്ഷിച്ചത് അത്രയും തുക തന്നെ നികുതി വഴി പിരിച്ചെടുക്കാൻ സർക്കാരിന് സാധിച്ചു. ഇത് ബജറ്റിന്റെ തന്നെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയായിരുന്നു. കൂടാതെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയ്ക്കുള്ള ഊന്നൽ, രാജ്യത്തിന്റെ അകത്തുള്ള ഉൽപാദനം വർദ്ധിപ്പിച്ചുവെന്ന് മാത്രമല്ല, ഭാരതം പ്രതിരോധ രംഗത്ത് കയറ്റുമതി ചെയ്യാനും തുടങ്ങുകയായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങളുടെ അർത്ഥം നമ്മുടെ രാജ്യം ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റിയെന്നല്ല, മറിച്ച് സർക്കാർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നുവെന്നാണ്. രാജ്യത്തെ സമ്പദ്ഘടനയെ സംബന്ധിച്ച ഏറ്റവും ഗുണപരമായ കാര്യം രാഷ്ട്രീയ സ്ഥിരതയും നടപടികളിലെ ദൃഢതയും, രാഷ്ട്രം ആദ്യമെന്ന കാഴ്ചപ്പാടും തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള നമ്മുടെ സർക്കാരിന്റെ ഇച്ഛാശക്തിയുമാണ്. ഇവയുള്ളയിടത്തോളം ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച നാം ഉറ്റുനോക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് തന്നെയായിരിക്കും.